ഓക്കെ, ഇന്ന് നമുക്ക് അഫ്ആലുൽ മുഖാറബയെ കുറിച്ചാണ് പറയാനുള്ളത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഫ്ആലു ശുറൂഅകളെ കുറിച്ച് പഠിച്ചു. അഫ്ആലു ശുറൂഅകൾ അൻഷഅ, തുഫിഖ, അഖദ, ജഅല, ശറഅ എന്ന പ്രധാനപ്പെട്ട 5 എണ്ണം പുറമെ അലിഖ, ഖാമ, അഖ്ബല, ഹബ്ബ ഇങ്ങനെ ഒരുപാട് അഫ്ആലു ശുറൂഅകളെ കുറിച്ച് പഠിച്ചു. അവയുടെ അമൽ ഇസ്മിന് റഫ്അ്, ഖബറിന് നസ്ബ് ഇങ്ങനെ ഉണ്ടാവുക. അതിൻ്റെ ഖബർ എപ്പോഴും മുളാരിയായ ഫീലായിരിക്കും. ആ മുളാരിയായ ഫീലിൻ്റെ കൂടെ അന്ന് വരാൻ പാടില്ല, മസ്ദരിയായ അൻ വരാൻ പാടില്ല. ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി മറ്റൊരു കാദഹവാദിൽപ്പെട്ട രണ്ടാമത്തെ ഇനമാണ് അഫ്ആലുൽ മുഖാറബ. അഫ്ആലുൽ മുഖാറബയിൽ വരുന്നത് 3 ഫിഅലുകളാണ്. കാദ, ഔഷക, കറബ ഇങ്ങനെ 3 ഫിഅലുകളാണ് വരുന്നത്. ഈ 3 ഫിഅലുകളുടെയും അർത്ഥം എന്താണ്? ഒരു പ്രവൃത്തി അത് സംഭവിക്കാൻ അടുത്തായിട്ടുണ്ട് എന്ന് അറിയിക്കാനാണ് ഇതൊക്കെ വരുന്നത്. വഹാദിഹിൽ അഫ്ആലു, ഈ ഫിഅലുകൾ സുമ്മിയത്ത്, ഇവക്ക് പേര് വെക്കപ്പെട്ടു. ഈ അഫ്ആലുൽ മുഖാറബ, അഫ്ആലുൽ മുഖാറബ എന്ന് പേര് വെക്കപ്പെട്ടു. എന്തേ കാരണം? ഈ അന്നഹാ തദുല്ലു, കാരണം ഈ ഫീലുകൾ അറിയിക്കുന്നു അലാ ഖുർബി വുഖൂഇൽ ഖബർ, ഖബർ സംഭവിക്കാൻ അടുത്തായിട്ടുണ്ട്. ഖുർബ് എന്ന് പറഞ്ഞാൽ അടുക്കുക, വുഖൂൽ ഖബർ, ഖബർ സംഭവിക്കുക, ആ ഖബർ സംഭവിക്കാൻ അടുത്തായിട്ടുണ്ട് എന്നതിൻ്റെ മേൽ, ആ ഖുർബിൻ്റെ മേൽ അറിയിക്കുന്നു ഈ ഫീലുകൾ. എത്ര അടുത്തായിട്ടുണ്ട്? ഖുർബൻ കബീറ, വലിയ അടുപ്പിട്ടുണ്ട് എന്നറിയിക്കാൻ. അപ്പോൾ ആ പ്രവൃത്തി ഇപ്പം നടക്കും, നടന്നിട്ടില്ല, നടക്കാൻ അടുത്തായിട്ടുണ്ട്, ഇങ്ങനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫീലൊക്കെ ഉപയോഗിക്കുക. അതിൽ ഉദാഹരണം നോക്കും. 3 ഫീലിനും ഓരോ ഉദാഹരണം പറയാം. കാദത്തി ശംസു തഗീബു, കാദത്തി ശംസു സൂര്യൻ അടുത്തായി, തഗീബു അത് അസ്തമിക്കാൻ അടുത്തായി. കാദത്തി ശംസു തഗീബു. അതുപോലെ തന്നെ കറബശിതാഉ യൻഖദി, കറബശിതാഉ ശൈത്യം അടുത്തായിട്ടുണ്ട്. യൻഖദി, യൻഖദി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു പോവുക എന്നർത്ഥം. അപ്പോൾ ശൈത്യകാലം അത് കഴിഞ്ഞു പോകാനടുത്തായി. ഔഷക്കൽ മരീദു, രോഗി അടുത്തായി. അയ്യബ്ര, അവൻ്റെ രോഗം സുഖപ്പെടാൻ അടുത്തായി. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ വരുന്നത്. അപ്പോൾ ഇതാണ് അൽ മുഖാറബയാണ് കാദ അഖ്വാത്തിൽപ്പെട്ട രണ്ടാമത്തെ ഇനം. 3 ഇനങ്ങളുണ്ടെന്ന് പറഞ്ഞു. 3ാമത്തെ ഇനമാണ് അഫ്ആലുർ റജാ, ഒരു പ്രതീക്ഷയുടെ മേലൊക്കെ അറിയിക്കുന്ന ഫീലുകൾക്കാണ് അഫ്ആലുർ റജാ എന്ന് പറയാം. ഈ ഫീലുകൾ 3 എണ്ണമാണ്. അസ, ഹറ, ഇഖ്ലൗലഖ ഇങ്ങനെ 3 ഫീലുകളാണുള്ളത്. ഈ ഫീലുകളൊക്കെ കാണാതെ പഠിക്കണം, കാരണം ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അഫ്ആലുർ റജായിൽപ്പെട്ട 3 എണ്ണം തരും, എന്നിട്ട് അഫ്ആൽ മുഖാറബയിൽപ്പെട്ട 1 തരും. ഇങ്ങനെയൊക്കെ തരുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കിട്ടണമെങ്കിൽ നമുക്ക് ഓരോ ഫീലുകളും ഇന്ന ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സുമ്മിയത്ത് ബി അഫ്ആലി റജായി, സുമ്മിയത്ത് ഈ ഫീലുകൾക്ക് പേര് വെക്കപ്പെട്ടു. ബി അഫ്ആലുർ റജാ, അഫ്ആലുർ റജാ എന്ന് പേര് വെക്കപ്പെട്ടു. എന്താണ് കാരണം? ലി അന്നഹ, കാരണം ഈ ഫീലുകൾ തുഫീദു, ഇത് അർത്ഥം നേടിത്തരുന്നു. ഇത് നേടിത്തരുന്നു ഏതർത്ഥത്തിന്? തറക്കുബൽ ഖബർ, ഖബർ പ്രതീക്ഷിക്കുക എന്നതിന്, ഖബർ സംഭവിക്കുമെന്ന പ്രതീക്ഷ, ആ തറക്കുബ് ഈ പ്രതീക്ഷയെ അറിയിച്ചു തരുന്നു. അതുകൊണ്ടാണ് ഇതിന് അഫ്ആലുർ റജാ എന്ന് പേര്. അതുപോലെ തന്നെ വൽ അമല ഫി തഹഖുഖിഹി, ഖബർ സംഭവിക്കും, തഹഖുഖ് അത് യാഥാർത്ഥ്യമാകും. അപ്പോൾ വുഖൂഇൽ സംഭവിക്കും എന്ന കാര്യത്തിലുള്ള അമൽ, പ്രതീക്ഷ, ആഗ്രഹം, പ്രതീക്ഷ, ഈ പ്രതീക്ഷയുടെ മേൽ അറിയിക്കുന്ന ഫീലുകളാണ് ഇവ. ഇതുകൊണ്ടാണ് അഫ്ആലുർ റജാ എന്ന് പറയാൻ കാരണം. ഇതിൻ്റെ ഉദാഹരണങ്ങൾ അസല്ലാഹു അയ്യർഹമന, അസല്ലാഹു അള്ളാഹു ആയേക്കാം, അയ്യർഹമന
നമുക്ക് റഹ്മത്ത് ചെയ്യുന്നവനായേക്കാം, റഹ്മത്ത് ചെയ്തേക്കാം, ഒരു പ്രതീക്ഷ. ഹറ തഖിയു അയ്യഫൂസ. ഹറ തഖിയു, തഖിയ് എന്ന് പറഞ്ഞാൽ തഖ്വയോടുകൂടെ ജീവിക്കുന്ന മനുഷ്യൻ. ഈ തഖിയ് ആയേക്കാം, അയ്യഫൂസ അവൻ വിജയിക്കുന്നവനായേക്കാം, പ്രതീക്ഷയാണ്. ഇഖ്ലൗലക്കൽ മുദ്നിബ് ദോഷം ചെയ്യുന്നവൻ ആയേക്കാം, അയ്യത്തൂബ അവൻ തൗബ ചെയ്യുന്നവനായേക്കാം, തൗബ ചെയ്യും എന്ന ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷയുടെ മേൽ അറിയിക്കുന്ന ഫെയിലുകളാണ് അസ, ഹറ, ഇഖ്ലൗലക എന്ന ഈ 3 ഫെയിലുകൾ. അതെ, അഫ്ആലു റജാ ഒക്കെ ആകുമ്പോൾ അന്ന് വരും. ഇനി അത് നമ്മൾ അന്ന് വരൂല എന്ന് തീർത്ത് പറഞ്ഞത് അഫ്ആലുൽ ആദ്യം പറഞ്ഞ അഫ്ആലു എന്തായിരുന്നു, ഷുറൂ ഇല്ലേ, അഫ്ആലു ഷുറൂഇൽ അവിടെ അന്ന് വരാൻ പാടില്ല. ബാക്കിയുള്ള അന്ന് വരുന്നതും വരാത്തതൊക്കെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കേട്ടോ. ഒന്ന് നേരത്തെ പറഞ്ഞ ഒരു ചോദ്യമാണ് ഇഖ്തരി ഷാദ മിനൽ മജ്മൂഅത്തിൽ നിന്ന് ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കാൻ. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതെ, തൗഫീഖ, അഖദ, അൻഷഅ, ഔഷക. ഇതിൽ ഔഷക എന്നുള്ളത് എന്തിൽപ്പെട്ടതാണ്? ഔഷക എന്ത് ഫീലാണ്? ഔഷക റജാ അല്ലല്ലോ, അഫ്ആലു മുഖാറബയാണ് ഔഷക എന്നുള്ളത്. നമ്മൾ മുമ്പ് കുറച്ച് ഉദാഹരണം ഇറാനു അലാ വഷ്കിൽ ഹർബ് എന്നൊക്കെ മുമ്പ് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ആ വഷ്ക് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ വക്കീലെത്തി നിൽക്കുന്നു, അടുത്താവുക എന്ന അർത്ഥം ആ വഷ്ക് എന്ന വാക്കിലുണ്ട് എന്ന് പോകുന്ന ഫീലാണ് ഔഷക എന്നൊക്കെ. അപ്പോൾ അടുത്താവുക എന്നർത്ഥം. തൗഫീഖ, അഖദ, അൻഷഅ ഈ 3 ഫീലുകളും അഫ്ആലു ഷുറൂഇൽപ്പെട്ടതാണ്. ഔഷക എന്നുള്ളത് അഫ്ആൽ മുഖാറബയിൽപ്പെട്ടതാണ്. മറ്റൊരു ചോദ്യം, അഖദ മഹ്മൂദുൻ യസ്തമിഉ ഇലാ നശ്രിൽ അഖ്ബാരി. ഇവിടെ കലിമത്തുൻ തഹ്തഹ ഖത്തുൻ, അടിവരയിട്ട അഖദ എന്ന ഈ കലിമത്ത്. അതെ, ഫീലുൻ താമ്, ഫീലുൽ മുഖാറബ, ഫീലുർ റജാ, ഫീലുൽ ഷുറൂഅ്. 4 ഓപ്ഷനിൽ ഫീലുൽ ഷുറൂഅ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അഖദ ആരംഭിച്ചു, മഹ്മൂദ് ആരംഭിച്ചു, യസ്തമിഉ ശ്രദ്ധിച്ച് കേൾക്കാൻ ആരംഭിച്ചു. എന്തിലേക്ക്? ഇലാ നശ്രിൽ അഖ്ബാർ. അഖ്ബാർ എന്ന് പറഞ്ഞാൽ ന്യൂസ്. അപ്പോൾ വാർത്താ സംപ്രേഷണം, അതിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ ആരംഭിച്ചു. ഇനി മറ്റൊരു ചോദ്യം, ഔഷക മിൻ അഫ്ആലി ഷർത്തി, അഫ്ആലി ദമ്മി, അഫ്ആലിൽ മുഖാറബ, അഫ്ആലു ദുറൂഫ്. അഫ്ആൽ മുഖാറബയിൽപ്പെട്ട ഫീലാണ്. ഇനി മറ്റൊന്ന്, ഇഖ്തരി സ്വഹീഹ മിനൽ ഇബാറാത്തിൽ ആത്തിയ. താഴെയുള്ള ഇബാറത്തുകളിൽ നിന്ന് സ്വഹീഹായത് തിരഞ്ഞെടുക്കാൻ. അസൽ മുഅല്ലിമ അൻ യഅ്തിയ, കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല, ഔഷക സൈദിൻ അൻ യദ്ഖുലൽ ബൈത, ഹറാ സൈദു അൻ യൻജഹ. ഇതിൽ സ്വഹീഹായത് ഒറ്റ ഇബാറത്ത് മാത്രമാണ്. ബാക്കി 3 ഓപ്ഷൻസിലും പിഴവുകളുണ്ട്. ആ ശരിയായത് ഏതാ? ഓപ്ഷൻ സെലക്ട് ചെയ്തോ? ശരിയായത് ഡി എന്ന് പറയുന്നത് അല്ലേ? ബി എന്നതാണ് ശരി. ഓക്കെ. കാരണം എന്താ, ഡി എന്നതിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഹറാ സൈദുൻ എന്ന് തെൻവീനോട് കൂടെ പറയണം. തെൻവീനില്ലാതെ പറയണമെങ്കിൽ ഒന്നുകിൽ മുലാഫ് ആയിട്ട് വരണം, അല്ലെങ്കിൽ ഗൈറു മുൻസരിഫായ പദങ്ങളാവണം. ഇവിടെ അങ്ങനെയൊന്നും അല്ലല്ലോ. സാധാരണ മുഅറബായ ഒരു ഇസ്മാണ് സൈദ്. അപ്പോൾ സൈദ് ഹറ എന്നതിൻ്റെ ഇസ്മായിട്ട് വരുമ്പോൾ ഹറാ സൈദുൻ അയ്യൻജഹ എന്നാണ് പറയേണ്ടത്. ഈ ഹറ എന്നുള്ളത് ഏത് ഫീലാണ്? അഫ്ആൽ മുഖാറബയാണോ, റജാ ആണോ, ഷുറൂ ആണോ? ഏതാ ഹറ എന്നുള്ളത്? റജാ. സൈദ് വിജയിച്ചേക്കാം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഹറാ സൈദുൻ അൻയൻജഹ. അപ്പോൾ അതിനൊരു പിഴവ്, അവിടെ തെൻവീന് ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ പിഴവ്. ഒന്നാമത്തെ ഉദാഹരണത്തിൽ അസൽ മുഅല്ലിമ അൻ യഅ്തിയ. അസൽ മുഅല്ലിമ അൻ യഅ്തിയ. അവിടുത്തെ തെറ്റെന്താണ്?
മുഅല്ലിമു. അസ എന്നതിൻ്റെ ഇസ്മ് അതിന് റഫ് ആണ് വേണ്ടത്. ഓക്കെ. പിന്നെ കാതൽ അസ എന്നുള്ള ഏത് ഫീലാണ്? അഫ്ആലു റജാ, ഷുറൂഅ്, മുഖാറബ. ഏതാ? റജാ. കാതൽ മുഅല്ലിമു അൻ യകൂന റസൂല. ഇത് ഒരു മഷ്ഹൂറായ പ്രസിദ്ധമായ ഒരു ബൈത്താണല്ലോ അല്ലേ? ഓർമ്മണ്ട ബൈത്ത്? അങ്ങനെ അതെ, അഹമ്മദ് ഷൗക്കിയുടെ ബൈത്താണ്. ആ ബൈത്തിന് തല ഓർമ്മ? കുംലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല. അപ്പോൾ കാദൽ മുഅല്ലിമു അടുത്തായിരിക്കുന്നു. കാദ അൽ മുഖാറബയിൽ പെട്ടതാണ് കാദ. കാദൽ മുഅല്ലിമു അടുത്തായിരിക്കുന്നു. അൻ യകൂന ആകാനടുത്തായി, റസൂൽ ആവാനടുത്തായിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത് ശരിയാണ്. അൽ മുഅല്ലിമു എന്നുള്ളതാണ് കാദിൻ്റെ ഇസ്മ്, അതിന് റഫ് ആണ്. അൻ യകൂന എന്നുള്ള ആ മുളാരിയ ഫീൽ ആണ് മഹല്ലിൽ നസ്ബ ഉണ്ടാവുക. ആ മുളാരിയ ഫീൽ അടങ്ങുന്ന ജുംലയാണ് അവിടെ ഖബറായിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് ഔഷക്ക സെയ്ദിൻ. അവിടെ സെയ്ദുൻ എന്നാണ് പറയേണ്ടത് അല്ലേ? കാരണം അൽ മുഖാറബയുടെ ഇസ്മിന് റഫ് ആണ് വേണ്ടത്. ഇവിടെ സെയ്ദിൻ എന്ന് ജറ് കൊടുത്തുകൊണ്ടാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത പേര്. അടുത്ത ഉദാഹരണം തൊഫിഖൽ അത്തിബ്ബാഉ ഫിൽ ഖവാഫിൽ തിബ്ബിയ അക്മിൽ ബി ഖബറിൻ സ്വഹീഹ്. സ്വഹീഹായ ഖബർ കൊണ്ട് പൂർത്തിയാക്കാനാണ്. തൊഫിഖൽ അത്തിബ്ബാഉ, അത്തിബ്ബാ എന്ന് പറഞ്ഞാൽ തൊബീബിൻ്റെ ജമാണ് അത്തിബ്ബാ അല്ലേ? ഡോക്ടർമാർ. അവർ ഫിൽ ഖവാഫിൽ തുബിയ മെഡിക്കൽ സംഘങ്ങളിൽ അതെ യുഷാരിക്കൂന എന്നാണ് വേണ്ടത്. കാരണം ഈ തൊഫിഖ എന്നുള്ളത് അഫ്ആലു ഷുറൂഇൽ പെട്ടതാണ്. തൊഫിഖ അഫ്ആലു ഷുറൂഇൽ പെട്ടതാണ്. അഫ്ആലു ഷുറൂഇൻ്റെ ഖബറുകൾ എപ്പോഴും മുവാരിയായ ഫിഅലായിരിക്കണം. അതിൻ്റെ കൂടെ അൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ അൻ യുഷാരിക്കു എന്നുള്ളത് തെറ്റാണ്. കാരണം ഇവിടെ അന്ന് വന്നു. ഫിൽ മുഷാറക്കത്തി പറ്റൂല, അവിടെ മുലാരിയ ഫീലല്ല. മുഷാരിക്കീന അതും പറ്റൂല, അത് മുലാരിയ ഫീലല്ല. പിന്നെ മുലാരിയ ഫീൽ യുഷാരിക്കൂന എന്നുള്ളതാണ്, അന്നില്ലാതെ വന്ന മുലാരിയ ഫീൽ. അപ്പോൾ അതാണ് അവിടെ ഖബറായിട്ട് വരാൻ പറ്റുക. ഇനി അഫ്ആലുൽ മുഖാറബത്തി തഅമലു അമല ഡാഷ്. അഫ്ആൽ മുഖാറബ എന്ത് അമലാണ് ചെയ്യുക? കാനയുടെ അമലാണ് അഫ്ആൽ മുഖാറബ ചെയ്യാമല്ലേ? ഇസ്മിന് റഫ്, ഖബറിന് നസ്ബ്, ഈ അമലാണ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് ലന്ന വാഹവാത്ത്. നമ്മൾ നവാസിഖിൽപ്പെട്ട മൂന്നാമത്തെ കാറ്റഗറിയാണ് ഇസ്മിനും ഖബറിനും നസ്ബ് ചെയ്യുന്ന ലന്ന അഖവാത്ത്. അഫ്ആലുൽ ഖുലൂബ് എന്നാണ് അവക്ക് പേര് പറയുന്നത്. അഫ്ആലുൽ ഖുലൂബ് ഏതായിട്ട് അഫ്ആലുൽ ഖുലൂബിൻ്റെ വിശദീകരണങ്ങൾ ഒക്കെ നമ്മൾ ജുംലത്തുൽ ഫിഅലിയ എന്ന പാഠം ചർച്ച ചെയ്തപ്പോൾ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് നവാസിഖുമായിട്ട് പറയാനുള്ളത്. നവാസിഖ് മുലാരിയായ ഫീലുകൾ, ഫീലിയ ജുംലകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫീലുകൾ ഒരു മഫൂലിലേക്ക് വിട്ടുകിടക്കുന്ന ഫീല്, 2 മഫൂലിലേക്ക് വിട്ടുകിടക്കുന്ന ഫീല്, 3 മഫൂലിലേക്ക് വിട്ടുകിടക്കുന്ന ഫീല്, ഇതൊക്കെ ചർച്ച ചെയ്ത കൂട്ടത്തിൽ നമ്മൾ ലന്ന അഖവാത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. 2 മഫൂലിലേക്ക് വിട്ടുകിടക്കുന്ന ഫീലാണ് ലന്ന അഖവാത്ത്. ആ 2 മഫൂലും അസ്രിൽ മുബ്തദഉം ഖബറും ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഉദാഹരണത്തിന് ലനൻതു സെയ്ദൻ ആലിമൻ. ലനൻതു എന്ന ഫീല് പ്രവേശിക്കുന്നതിന് മുമ്പ് സെയ്ദുൻ ആലിമുൻ എന്ന മുബ്തദവും ഖബറും അടങ്ങിയ ജുംലയാണത്. ആ ജുംലയിലേക്കാണ് ലനൻതു പ്രവേശിക്കുന്നത്. എന്നിട്ട് അപ്പോൾ എന്ത് ചെയ്യും? ആ മുബ്തദയിനും ഖബറിനും രണ്ടിനും നസ്ബ് ചെയ്യും ഈ ലനൻതു എന്നുള്ളത്. അങ്ങനെയാണ് ലനൻതു സെയ്ദൻ ആലിമൻ. അപ്പോൾ മുബ്തദയിൻ്റെയും ഖബറിൻ്റെയും അമലിനെ നസ്ഖ് ചെയ്യുന്ന, രണ്ടിനും നസ്ബ് ചെയ്യുന്ന നവാസിഖ്, മൂന്നാമത്തെ ഇനം നവാസിഖ് ആണ് ഈ ലന്ന അഖവാത്ത്. അതിൻ്റെ വിശദീകരണങ്ങൾ മുമ്പ് പറഞ്ഞതാണ്.
ഇപ്പോൾ ഈ നവാസിഖുമായി ബന്ധപ്പെട്ട ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു ഭാഗം ചർച്ച ചെയ്യാം. നമുക്ക് രസകരമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റിയ ഭാഗം നമുക്ക് അതദിനെ കുറിച്ച് ചർച്ച ചെയ്താലോ? അതദ് മഅദൂദുകളെ കുറിച്ച്. റെഡിയാണോ അതദ് മഅദൂദ് ചർച്ച ചെയ്യാൻ? ഓക്കെ. ഓക്കെ. അതദ് മഅദൂദുകൾ. ആദ്യമായിട്ട് നമുക്ക് അതദുകൾ പല ഇനങ്ങളുണ്ട് കേട്ടോ. ഇത് ബിൽ ജുംല തുടക്കത്തിൽ അതദുകളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അൽ അദാദുൽ മുഫ്രദ, അൽ അദാദുൽ മുറക്കബ, പിന്നെ അൽഫാദുൽ ഉഖൂദ്, അൽ അദാദുൽ മഅതൂഫ, പിന്നെ മിഅത്ത്, അൽഫ്. ഇങ്ങനെ 5 രൂപങ്ങളിലാണ് അതദുകൾ ഉണ്ടാവുക. സ്ക്രീന് കാണുന്നുണ്ടോ? ഓക്കെ. അപ്പം മുഫ്രദായ അതദുകൾ എന്ന് പറഞ്ഞാൽ വാഹിദ്, ഇസ്നാനി, സലാസത്ത്, അർബഅത്ത്, ഖംസത്ത്, സിത്തത്ത്, സബഅത്ത്, ഇങ്ങനെ അശറത്ത് വരെയുള്ള എണ്ണങ്ങൾക്കാണ് മുഫ്രദായ അതദ് എന്ന് പറയാം. അത് ഒറ്റ പദങ്ങൾ മാത്രമേ ഉള്ളൂ. വാഹിദ്, ഇസ്നാനി, സലാസത്ത്, ഇങ്ങനെ മുഫ്രദായ ഒറ്റ പദങ്ങൾ മാത്രമുള്ള അതദുകളാണ് ഈ അതദുകൾ. അപ്പോൾ ഇതിന് അദദുൻ മുഫ്രദ, അൽ അദാദുൽ മുഫ്രദത്ത് എന്നാണ് പറയാം. ഇനി രണ്ടാമത്തെ വിഭാഗം അതദാണ് അൽ അദാദുൽ മുറക്കബ, മുറക്കബായ അതദ്. അപ്പോൾ 2 പദങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് തർക്കീബ് ചെയ്തുണ്ടാക്കുന്ന അതദുകളുണ്ട്. ഉദാഹരണത്തിന് അഹദ അഷറ എന്ന് പറയുമ്പോൾ അഹദ്, അഷർ ഈ 2 പദങ്ങളെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന പദങ്ങളാണ് അഹദ അഷറ. തിസ്അത്ത അഷറ വരെയുള്ള അതദ്, ഇത്ന അഷറ, സലാസത്ത അഷറ, അർബഅത്ത അഷറ, ഖംസത്ത അഷറ, ഇങ്ങനെ തിസ്അത്ത അഷറ വരെയുള്ള അതദുകൾക്കാണ് മുറക്കബായ അതദുകൾ എന്ന് പറയാം. മൂന്നാമത്തെ കാറ്റഗറിയാണ് അൽഫാദുൽ ഉഖൂദ്, അഖ്ദുകൾ. അതായത് ഇശ്റൂന, സലാസൂന, പിന്നെ അർബഊന, ഖംസൂന, സബ്ഊന, സമാനൂന, തിസ്ഊൻ, ഇങ്ങനെ 20, 30, 40 ഈ സംഖ്യകൾക്കാണ് അൽഫാദുൽ ഉഖൂദ് എന്ന് പറയാം. ഇനി മറ്റൊന്നാണ് അൽ അദാദുൽ മഅതൂഫത്ത്. അത്തൂഫും മഅതൂഫായിട്ട് വരുന്ന, മഅതൂഫും മഅതൂഫ് അലിയൊക്കെ ആയിട്ട് വരുന്ന അതദുകളുണ്ട്. 21 മുതൽ 99 വരെ. അതിൻ്റെ ഇടയിൽ ആ അൽഫാദുൽ ഉഖൂദിന് മാറ്റി നിർത്തണം. 21 മുതൽ 99 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ 30, 40 ഒക്കെ വരുന്നുണ്ട്. ആ 30, 40 തുടങ്ങിയ അഖ്ദുകൾ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള അതദുകൾ മഅതൂഫാണ്. കാരണം വാഹിദുൻ വ ഇശ്റൂന, വാഹിദുൻ വ ഇശ്റൂന, ഒരു വാവ് കൊണ്ട് അത്ഫ് ചെയ്തിട്ട് പറയാം. സലാസത്തുൻ വ ഖംസൂന, സിത്തത്തുൻ വ സബ്ഊന, ഇങ്ങനെ അത്ഫ് ചെയ്തുകൊണ്ട് പറയുന്ന അതദുകൾ. ഇതാണ് അൽ അദാദുൽ മഅതൂഫത്ത് എന്ന് പറയാം. ഇനി മറ്റൊന്നാണ് അൽ മിഅത്ത്, അൽഫ്. അപ്പോൾ ഇങ്ങനെ 5 രൂപങ്ങളിലാണ് അതദുകൾ ഉള്ളത്. ഇനി അതദുകൾ മുദക്കറാക്കുന്നതും മുഅന്നസാക്കുന്നതും വലിയ നമുക്ക് ഒരുപാട് സംശയങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതൊരിക്കലും ഇനി തെറ്റാതിരിക്കാൻ വേണ്ടി നമുക്ക് ചുരുക്കി പറയാം, ഒരു 4 മസ്അലകൾ പഠിച്ചാൽ മതി. 1ഉം 2ഉം യുവാഫിഖാനിൽ മഅദൂദ മുഫ്രദൈനി വ മുറക്കബൈനി വ മഅതൂഫൻ അലൈഹിമ, ഇതാണ് 1ാമത്തെ നിയമം. 2ാമത്തെ നിയമം എന്താണ്? 3 മുതൽ 9 വരെയുള്ള അതദ് തുഖാലിഫുൽ മഅദൂദ മുഫ്രദത്തിന് വ മുറക്കബത്തിന് വ മഅതൂഫൻ അലൈഹ. 3ാമത്തെ നിയമം തുഖാലിഫുൽ മഅദൂദ് 10 എന്നുള്ള അതദ് തുഖാലിഫുൽ മഅദൂദ മുഫ്രദത്തൻ വ തുവാഫിഖുഹു മുറക്കബത്തൻ. 4ാമത്തെ നിയമം
20, 30, 40 ഇങ്ങനെയുള്ള അഖ്ദുകൾ, അതുപോലെ തന്നെ മിഅത്ത്, അൽഫ്, ഇതൊക്കെ തൽസമു സൂറത്തുൽ വാഹിദ സവാഉൻ കാനൽ മഅദൂദ് മുദക്കറൻ ഔ മുഅന്നസൻ. അത് മുദക്കർ മുഅന്നസായിട്ട് മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല, ഒരേപോലെ തന്നെ ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഈ 4 നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അദദുകൾ മുദക്കറും മുഅന്നസാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ തീർക്കാൻ പറ്റും. ആകെ 4 മസല മാത്രം നമുക്ക് പറയാം. ഒന്നാമത്തെ മസല നോക്ക്, 1, 2 ഈ അദദുകൾ അത് യുവാഫിഖാനിൽ മഅദൂദ, അത് മഅദൂദിനോട് മുവാഫിഖായിട്ട് അതിനോട് യോജിച്ചാണ് വരാം. അതായത് അദദ് മുഅന്നസാണോ മഅദൂദ് മുഅന്നസാണോ എങ്കിൽ അദദ് മുഅന്നസായിരിക്കും, മഅദൂദ് മുദക്കറാണോ അദദ് മുദക്കറായിരിക്കും. ഇങ്ങനെ രണ്ടും മുവാഫിഖായിട്ട് യോജിച്ചാണ് വരാം. അത് അദദുകൾ മുഫ്രദായിട്ട് വരാം, മുറക്കബായിട്ട് വരാം, മഅതൂഫായിട്ട് വരാം. എങ്ങനെ വന്നാലും 1, 2 എന്ന അദദുകൾ എപ്പോഴും യോജിച്ചിട്ടാണ് വരിക. 3 കള്ളിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തൊക്കെ തോലിബുൻ വാഹിദുൻ, തോലിബത്തുൻ വാഹിദത്തുൻ, തോലിബാനി ഇസ്നാനി, തോലിബത്താനി ഇസ്നത്താനി. ഇതൊക്കെ ഈ 4 ഉദാഹരണങ്ങൾ മുഫ്രദായിട്ട് വന്ന അദദുകളാണ് അല്ലേ. മുഫ്രദായിട്ട് വന്ന അദദാകുമ്പോൾ നോക്കൂ, തോലിബുൻ വാഹിദുൻ 2 മുദക്കറാണ്, തോലിബത്തുൻ വാഹിദത്തുൻ 2 മുഅന്നസാണ്. ഇനി 2 തോലിബാനി ഇസ്നാനി 2 മുദക്കറാണ്, തോലിബത്താനി ഇസ്നത്താനി 2 മുഅന്നസാണ്. ഇനി അദദുകൾ മുറക്കബായിട്ട് വരുമ്പോൾ അപ്പോൾ അഹദ അഷറ, ഇഹിദ അഷറ, ഇങ്ങനെ മുറക്കബായിട്ട് വരുമ്പോൾ അപ്പോഴും ഈ അഹദ്, ഇഹിദ അല്ലെങ്കിൽ ഇസ്ന, ഇസ്നത്ത് ഇങ്ങനെ 1, 2ൻ്റെ മേൽ അറിയിക്കുന്ന അദദുകൾ മുവാഫിക്കായിട്ടാണ് വരിക. അപ്പോൾ അഹദ അഷറ ത്വാലിബൻ, ഇവിടുത്തെ മഅദൂദ് ത്വാലിബൻ എന്നുള്ളതാണല്ലോ, അത് മുദക്കറാണ്. അപ്പോൾ അഹദ് എന്ന ഇതും മുദക്കർ തന്നെയാണ്. പിന്നെ ഇഹിദ അഷറത്ത ത്വാലിബത്തൻ, ത്വാലിബത്താണ് ഇവിടുത്തെ മഅദൂദ്, അത് മുഅന്നസായപ്പോൾ ഇഹിദ എന്നുള്ളത് മുഅന്നസായി. അതുപോലെ ഇസ്ന അഷറ ത്വാലിബൻ, അവിടെ ത്വാലിബൻ എന്നുള്ളതാണ് മഅദൂദ്, അപ്പോൾ ഇസ്ന അത് മഅദൂദും 2 മുദക്കറാണ്. പിന്നെ ത്വാലിബത്ത് എന്നുള്ളതാണ് ഇവിടുത്തെ ഇസ്നത്ത അഷറത്ത ത്വാലിബത്ത് എന്ന് പറയുമ്പോഴത്തെ മഅദൂദ് മുഅന്നസാണ്, അതുകൊണ്ട് ഇസ്നത്ത അതും മുഅന്നസാണ്. അപ്പോൾ ഇതാണ് മുറക്കബായ അദദായിട്ട് വരുമ്പോഴുള്ള 4 രൂപങ്ങൾ. ഇനി മഅതൂഫായ അദദാകുമ്പോഴും അപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വാഹിദുൻ വ ഇശ്റൂന 21 വിദ്യാർത്ഥികൾ, വാഹിദുൻ വ ഇശ്റൂന ത്വാലിബൻ, ത്വാലിബ് മുദക്കറായപ്പോൾ വാഹിദ് അദദ് മുദക്കറാണ്. അതേപോലെ തന്നെ ത്വാലിബത്ത് ഇഹിദ വ സലാസൂന ത്വാലിബത്തൻ 31 വിദ്യാർത്ഥിനികൾ, അവിടെ ത്വാലിബത്ത് അവിടെ അദദ് മുഅന്നസായപ്പോൾ ഇഹിദ എന്ന് അദദ് മുഅന്നസായി. അർബഊന ഇസ്നാനി വ അർബഊന ത്വാലിബൻ 42 വിദ്യാർത്ഥികൾ, അവിടെ ത്വാലിബ് എന്നുള്ളത് മുദക്കറാണ്, അപ്പോൾ ഇസ്നാനി 2 എന്നുള്ള അത് മുദക്കറായി. ഇങ്ങനെ ചുരുക്കി പറയാം, 1, 2 ഈ അദദുകൾ എപ്പോഴും മഅദൂദിനോട് യോജിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അദദ് പല രൂപത്തിൽ വരാമെന്ന് പറഞ്ഞു, മുഫ്രദായിട്ട് വരാം, മുറക്കബായിട്ട് വരാം, മഅതൂഫായിട്ട് വരാം. എങ്ങനെ വന്നാലും 1ഉം 2ഉം മഅദൂദ് എങ്ങനെയാണോ അതിനോട് യോജിച്ചിട്ടാണ് വരാം. അതാണ് ഒരു നിയമം. ഇനി രണ്ടാമത്തെ നിയമം, 3 മുതൽ 9 വരെയുള്ള അദദുകൾ തുഖാലിഫുൽ മഅദൂദ, അത് മഅദൂദിനോട് എതിരായിട്ട് വരാം, എപ്പോഴും എതിരായിട്ട് വരാം. അത് മുഫ്രദത്തൻ, മുറക്കബത്തൻ, മഅതൂഫൻ അലിഹ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 രൂപങ്ങളിൽ അദദ് വരും. ഈ 3 രൂപങ്ങളിലും 3 മുതൽ 9 വരെയുള്ള അദദ് മഅദൂദിനോട് എതിരായിട്ടേ വരുള്ളൂ. ഇപ്പോൾ സലാസത്തു തുല്ലാബിൻ 3 വിദ്യാർത്ഥികൾ, ത്വാലിബിൻ്റെ ജമ്മാണ് തുല്ലാബ്. ഏതവിടെ തുല്ലാബ് മുദക്കറാണല്ലോ, അപ്പോൾ സലാസത്ത് അദദ് മുഅന്നസാണ്. അതേപോലെ ത്വാലിബാത്ത് വിദ്യാർത്ഥിനികൾ, ത്വാലിബത്തിൻ്റെ ജമ്മാണ് ത്വാലിബാത്ത്, അവിടെ സലാസു ത്വാലിബാത്തിൻ 3 വിദ്യാർത്ഥിനികൾ എന്ന് പറയുമ്പോൾ സലാസ് അദദ് മുഅന്നസാക്കി. ഇത് മുഫ്രദായ അദദിലാണ് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞത്, സലാസത്തു തുല്ലാബിൻ, സലാസു ത്വാലിബാത്തിൻ. ഇനി അദദ് മുദക്കറാകുമ്പോൾ നോക്കൂ, സലാസത്ത അഷറ ത്വാലിബൻ 13 വിദ്യാർത്ഥികൾ, അവിടെ നോക്കൂ സലാസത്ത എന്ന് മുഅന്നസാക്കി. ത്വാലിബ് എന്നുള്ള മഅദൂദ് മുദക്കറായപ്പോൾ അദദ് മുഅന്നസാക്കി. അതേപോലെ സലാസ അഷറത്ത ത്വാലിബത്തൻ 13 വിദ്യാർത്ഥിനികൾ, അവിടെ ത്വാലിബത്തി എന്ന മഅദൂദ് മുഅന്നസായപ്പോൾ സലാസ് എന്ന് പറയുന്ന അദദിനെ മുദക്കറാക്കി, നേരെ ഓപ്പോസിറ്റ്. ഇനി നമുക്ക് മുറക്കബായ അത് നോക്കാം, സലാസത്തും വ സിത്തൂന ത്വാലിബൻ
63 വിദ്യാർത്ഥികൾ. അവിടെ ത്വാലിബ് എന്ന മഅദൂദ് മുദക്കറായപ്പോൾ അതത് മുഅന്നസാക്കി. സലാസും വ സബ്ഊന ത്വാലിബത്തൻ, ത്വാലിബത്ത് മുഅന്നസാണ്, 73 വിദ്യാർത്ഥിനികൾ. ത്വാലിബത്ത് എന്ന മഅദൂദ് മുഅന്നസായപ്പോൾ സലാസ് മുദക്കറാക്കി. ഇത് സലാസിൻ്റെ മാത്രം പ്രത്യേകതയല്ല, സലാസ് മുതൽ 9 വരെ, 9 വരെ അങ്ങനെ തന്നെ. തിസ്അത തുല്ലാബിൻ, തിസ്ഉ ത്വാലിബാത്തിൻ, തിസ്അത അശറ ത്വാലിബൻ, തിസ്അ അശറത്ത ത്വാലിബത്തൻ, തിസ്അത്തും വ സമാനൂന ത്വാലിബൻ, തിസ്ഉൻ വ തിസ്ഊന ത്വാലിബത്തൻ. ഇങ്ങനെ 3 മുതൽ 9 വരെയുള്ള അതത് എപ്പോഴും മഅദൂദിനോട് എതിരായിട്ടാണ് ഉണ്ടാവുക. ആദ്യം പറഞ്ഞ നിയമം 1ഉം 2ഉം ഏത് രൂപത്തിൽ വന്നു കഴിഞ്ഞാലും മഅദൂദിനോട് യോജിച്ചിട്ടാണ് ഉണ്ടാവുക. മുദക്കർ മുഅന്നസ് വിഷയത്തിൽ യോജിച്ചിട്ടാണ് ഉണ്ടാവുക. രണ്ടാമത്തെ നിയമം 3 മുതൽ 9 വരെയുള്ള അതത് എപ്പോഴും മഅദൂദിനോട് എതിരായിട്ടാണ് ഉണ്ടാവുക. ഇപ്പോൾ 2 നിയമങ്ങളായി. ഇനി മൂന്നാമത്തെ നിയമം 10 എന്നുള്ള അതത്, അത് തുഖാലിഫുൽ മഅദൂദ മുഫ്രദത്തൻ വ തുവാഫിഖു മുറക്കബത്തൻ. 2 രൂപത്തിൽ 10 വരും. മഅദൂദിനോട് എതിരായിട്ടും വരും, മഅദൂദിനോട് യോജിച്ചിട്ടും വരും. എപ്പോഴാണ് എതിരായിട്ട് വരാം? തുഖാലിഫുൽ മഅദൂദ, ഇത് മഅദൂദിനോട് എതിരാകും. മുഫ്രദത്തൻ, ഒറ്റയ്ക്ക് വരുമ്പോൾ. ഇപ്പോൾ വേറൊന്നിൻ്റെ കൂടെ ഇല്ലാതെ ഒറ്റയ്ക്ക് വരുമ്പോഴാണ് അത് എതിരായിട്ട് വരാം. ഇപ്പോൾ അശറത്തു തുല്ലാബിൻ, അശറത്തിൻ്റെ കൂടെ വേറൊന്നുമില്ല, വെറും അശറത്ത് മാത്രമാണ്. അങ്ങനെ ഒറ്റയ്ക്ക് വരുമ്പോൾ എതിരായിട്ടാണ് വരാം. അശറത്തു തുല്ലാബിൻ. അഷറു ത്വാലിബാത്തിൻ, ത്വാലിബാത്ത് മുഅന്നസായപ്പോൾ അഷർ മുദക്കറായി. ഇങ്ങനെ അഷറത്ത് ഒറ്റയ്ക്ക് വരുമ്പോൾ എതിരായിട്ടാണ് വരിക. ഇനി മറ്റുള്ളതിൻ്റെ കൂടെ വരുമ്പോൾ യോജിച്ചിട്ടാണ് ഉണ്ടാവുക. അതാണ് തുവാഫിഖുഹു. ഈ 10 എന്നുള്ളത് മഅദൂദിനോട് യോജിക്കും. മുറക്കബത്തൻ, ആ 10 മുറക്കബായ സ്ഥിതിയിൽ. ഇപ്പോൾ അഹദ അഷറ ത്വാലിബൻ, 11 വിദ്യാർത്ഥികൾ. അവിടെ അഷർ എന്നുള്ള ഒറ്റക്കല്ല വന്നിട്ടുള്ളത്, അഹദിൻ്റെ കൂടെ മുറക്കബായിട്ടാണ് വന്നത്. മുറക്കബായിട്ട് വന്നപ്പോൾ മഅദൂദിനോട് യോജിച്ച് വന്നു. അതേപോലെ ഇഹിദ അഷറത്ത ത്വാലിബത്തൻ, അവിടെ അഷറത്ത് എന്നുള്ളത് ഒറ്റക്കല്ല, ഇഹിദ എന്നതിൻ്റെ കൂടെയാണ് വന്നത്. അപ്പോൾ കൂടെ വന്നപ്പോൾ എന്ത് ചെയ്തു? ത്വാലിബത്ത് എന്ന മുഅന്നസിനെ ഒപ്പിച്ച് മുവാഫിക്കായിട്ട് വന്നു, മുഅന്നസായിട്ട് വന്നു. തിസ്അത അഷറ ത്വാലിബൻ, 19 വിദ്യാർത്ഥികൾ. അവിടെ അഷർ തിസ്അത്തിൻ്റെ കൂടെ മുറക്കബായി വന്നപ്പോൾ ത്വാലിബിനോടൊപ്പിച്ച് മുദക്കറായി മാറി. തിസ്അത അഷറത്ത ത്വാലിബത്തൻ, 19 വിദ്യാർത്ഥിനികൾ. അവിടെ തിസ്അൻ്റെ കൂടെ മുറക്കബായി വന്നപ്പോൾ ത്വാലിബത്തിനോടൊപ്പിച്ച് അഷറത്ത് മുഅന്നസായി. ഇങ്ങനെ 10 2 കോലത്തിൽ വരുന്നത്. ഒറ്റയ്ക്ക് വന്നാൽ എതിരായിട്ടും മറ്റൊന്നിൻ്റെ കൂടെ മുറക്കബായിട്ട് വരുമ്പോൾ യോജിച്ചിട്ടും. ഇപ്പോൾ 3 നിയമങ്ങൾ ഓർമ്മ ഉണ്ടാവും. ഒന്നാമത്തെ നിയമം അതത് 1ഉം 2ഉമാണെങ്കിൽ, നിങ്ങൾ പറയൂ ഒന്നാമത്തെ നിയമം എന്തേനു? എങ്ങനെ? അതെ, 1ഉം 2ഉം യോജിച്ച് വരും എപ്പോഴും. അത് മുറക്കബാവട്ടെ, മുഫ്രദാവട്ടെ, പിന്നെ മഅ്തൂഫ് ആവട്ടെ, എങ്ങനെയായാലും യോജിച്ച് വരും. രണ്ടാമത്തെ നിയമം എന്തായിരുന്നു? 3 മുതൽ 9 വരെയുള്ള നിയമം എപ്പോഴും എതിരായിട്ടാണ് വരിക. അതത് മുഫ്രദാവട്ടെ, മുറക്കബാവട്ടെ, മഅ്തൂഫാവട്ടെ, എപ്പോഴും എതിരായിട്ടാണ് വരിക. മൂന്നാമത്തെ നിയമം 10 എന്ന അതത് ഒറ്റയ്ക്ക് വരുമ്പോൾ എതിരായിട്ടും മറ്റൊന്നിൻ്റെ കൂടെ മുറക്കബായിട്ട് വരുമ്പോൾ യോജിച്ചുകൊണ്ടാണ് വരിക. ഇപ്പോൾ 3 നിയമങ്ങളായി. നാലാമത്തെ നിയമം അതിന് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, മാറ്റം വരില്ല എന്നുള്ളതാണ്. 20, 30 മുതൽ 90 വരെയുള്ള അഖദുകളുണ്ട്. പിന്നെ 100, 1000, 100, 1000. ഇതിനൊന്നും ഒരു മാറ്റവും സംഭവിക്കില്ല എന്നുള്ളതാണ്. മഅദൂദ് മുദക്കറാവുന്നതിനനുസരിച്ച് മുദക്കറാവലോ അല്ലെങ്കിൽ മഅദൂദ് മുഅന്നസാവുന്നതിനനുസരിച്ച് മുഅന്നസാവലോ, ഇങ്ങനെ ഒരു മാറ്റവും വരില്ല. അത് ഇശ്റൂന തന്നെയാണ്, അല്ലാതെ ഇശ്റൂനത്ത് അങ്ങനെയൊന്നുമില്ല. അൽഫ് എന്ന് മാത്രമേ ഉള്ളൂ, അൽഫത്ത് എന്നില്ല. അതുപോലെ മിഅത്ത് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മുഅന്നസല്ലാത്ത എന്നില്ല. അത് മുദക്കറായാലും മുഅന്നസായാലും എങ്ങനെ വന്നാലും അത് ആ കോലത്തിലാണ്. ഇശ്റൂന, സലാസൂന, അർബഊന, അൽഫ്, മിഅത്ത് തുടങ്ങി അതേ രൂപത്തിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇശ്റൂന ത്വാലിബൻ, ഇശ്റൂന ത്വാലിബത്തൻ, അവിടെ ത്വാലിബ് എന്ന് മുദക്കറായപ്പോഴും ഇശ്റൂന തന്നെയാണ്. ത്വാലിബത്ത് എന്ന് മുഅന്നസായപ്പോഴും ഇശ്റൂന തന്നെയാണ്. സലാസൂന ത്വാലിബൻ, സലാസൂന ത്വാലിബത്തൻ, മിഅത്തു ത്വാലിബിൻ, മിഅത്തു ത്വാലിബത്തിൻ, അൽഫു ത്വാലിബിൻ, അൽഫു ത്വാലിബത്തിൻ. ഇങ്ങനെ
മുതക്കറായാലും മുനസറായാലും ഒരു മാറ്റമില്ല. ഇനി മുറക്കബായിട്ട് വരുമ്പോൾ ഉദാഹരണം നോക്കൂ. വാഹിദുൻ വ ഇഷ്റൂന ത്വാലിബൻ, ഇഹിദ വ ഇഷ്റൂന ത്വാലിബത്തൻ. അവിടെ ഇഷ്റൂനക്ക് മാറ്റമില്ല. ത്വാലിബാവുമ്പോഴും ത്വാലിബത്താവുമ്പോഴും ഇഷ്റൂനക്ക് യാതൊരു മാറ്റമില്ല. എന്നുപോലെ സലാസത്തും വ സലാസൂന ത്വാലിബൻ, സലാസും വ സലാസൂന ത്വാലിബത്തൻ. അവിടെ ത്വാലിബെന്നും ത്വാലിബത്തെന്നൊക്കെ മുതക്കറും മുന്നസൊക്കെ ആവുന്നുണ്ട്. പക്ഷേ സലാസൂന എന്ന അക്കദിന് യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഈ 4 നിയമങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ അതതുകൾ മുതക്കർ മുനസ്സാവുമായി ബന്ധപ്പെട്ട് യാതൊരു തെറ്റുകളും പിന്നെ നമുക്ക് വരില്ല. ആകെ 4 നിയമങ്ങളേ ഉള്ളൂ. വേറെ 5ാമത്തെ ഒരു നിയമം ഇനി പഠിക്കാനില്ല. ഇത് ആകെ ഈ 4 നിയമം മാത്രം. ഇനി നമുക്ക് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ടത് മഅദൂദാണ്. മഅദൂദ് അതായത് അതത് മുതക്കർ മുനസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ടാൽ പറഞ്ഞത് ഇപ്പം നമ്മൾ. ഇനി മഅദൂദ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. മഅദൂദ് പല കോലത്തിൽ വരും. അതും കൂടി പഠിച്ചാൽ അതതുമായി ബന്ധപ്പെട്ട മൊത്തം മസല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് മഅദൂദുമായി ബന്ധപ്പെട്ട് അവിടെയും ചുരുങ്ങിയ ഒരു 3 മസല മാത്രമേ പഠിച്ചാൽ മതി കേട്ടോ. ഒന്നാമത്തെ നിയമം 3 മുതൽ 10 വരെയുള്ള അതത്. അതിൻ്റെ മഅദൂദ് എപ്പോഴും ജം ആയിട്ടാണ് വരിക. മുളാഫിലഹി ആയിരിക്കും, ജറായിരിക്കും ഇറാബ്. 3 മുതൽ 10 വരെയുള്ള അതതുകളുടെ മഅദൂദ് ജം ആയിട്ടാണ് വരിക. അതതിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് മജ്റൂറായിട്ടാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് നോക്കൂ. സലാസത്തു തുല്ലാബിൻ. ഈ തുല്ലാബ് എന്നുള്ളതാണ് മഅദൂദ്. അതിവിടെ ജം ആണ്, മുളാഫിലഹിയാണ്, മജ്റൂറാണ്. അഷ്റു ത്വാലിബാത്തിൻ. ത്വാലിബാത്ത് എന്നുള്ളത് ജം ആണ്, മുളാഫിലഹിയാണ്, മജ്റൂറാണ്. ഇങ്ങനെ 3 മുതൽ 10 വരെ അതതുകളുടെ മഅദൂദ് എപ്പോഴും ജം ആയിരിക്കും, ഇളാഫത്ത് കൊണ്ട് ജറുമായിരിക്കും. ഇനി 2ാമത്തെ നിയമം 11 മുതൽ 99 വരെയുള്ള അതതുകൾ. 11 മുതൽ 99 വരെയുള്ള അതതുകൾ. അവയുടെ മഅദൂദ് എപ്പോഴും മുഫ്രദായിരിക്കും. അതുപോലെ തന്നെ തമ്മീസിൻ്റെ മേൽ നസ്ബുമായിരിക്കും. അതിൻ്റെ മഅദൂദ് എപ്പോഴും മൻസൂബായിട്ടാണ് ഉണ്ടാവുക, തമ്മീസായിട്ടാണ് അതിന് തർക്കീബ് ഉണ്ടാവുക. ഇപ്പോൾ അഹദ അശറ ത്വാലിബൻ, തിസ്ഉൻ വ തിസ്ഊന ത്വാലിബത്തൻ. ഇനി അതിൻ്റെ ഇടയിൽ എത്ര സംഖ്യ വന്നാലും അങ്ങനെ തന്നെ. ഇശ്റൂന ത്വാലിബൻ, വാഹിദുൻ വ ഇശ്റൂന ത്വാലിബത്തൻ, വാഹിദുൻ വ ഇശ്റൂന ത്വാലിബൻ, ഇഹിദ വ ഇശ്റൂന ത്വാലിബത്തൻ. ഇങ്ങനെ 11 മുതൽ 99 വരെ എത്ര അതത് വന്നാലും അതിൻ്റെയൊക്കെ തമ്മീസ് എങ്ങനെ ഉണ്ടാവുള്ളൂ? മുഫ്രദായ പദമായിരിക്കും, ഇളാഫ് തമ്മീസ് കൊണ്ട് നസ്ബു ആയിരിക്കും. പിന്നെ 100, 1000 ഈ അതതുകൾ അവയുടെ മഅദൂദ് എപ്പോഴും മുഫ്രദായിരിക്കും. പക്ഷേ മൻസൂബല്ല, മറിച്ച് മജ്റൂറാണ്, ഇളാഫത്ത് കൊണ്ട് ജറ്. 3 മുതൽ 10 വരെയുള്ളതിൻ്റെ ഇറാബ് ഇളാഫത്ത് കൊണ്ട് ജറായിരുന്നല്ലോ. പക്ഷേ അവിടെ വ്യത്യാസം. അവിടെ പദം ജം ആകും, ഇവിടെ പദം മുഫ്രദാണ്. മിഅത്തു ത്വാലിബിൻ, അൽഫ് ത്വാലിബത്തിൻ. ഇപ്പോൾ ആകെ 7 നിയമങ്ങളാണ് നമ്മൾ പഠിച്ചത്. മുദക്കർ മുഅന്നസുമായി ബന്ധപ്പെട്ട് 4 നിയമങ്ങളും തമ്മീസുമായി ബന്ധപ്പെട്ട് 3 നിയമങ്ങളും. ഇങ്ങനെ മൊത്തം 7 നിയമങ്ങൾ പഠിച്ചതോടുകൂടെ അതത് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി അതതിൽ യാതൊരു സംശയം വരില്ല. എങ്ങനെ വന്നാലും ഉത്തരം കിട്ടും. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ കയറി വന്നവരുണ്ട്, അവർക്ക് വേണ്ടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. 4 നിയമങ്ങൾ. 1, അതത് മുദക്കറാവുകയും അതതിനെ മുദക്കറാക്കുക, മുഅന്നസാക്കുക. ഇതുമായി ബന്ധപ്പെട്ട ആകെ 4 മസ്അലകളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്നാമത്തെ മസ്അല, 1, 2 എന്ന അതതുകൾ എപ്പോഴും മഅദൂദിനോട് മുദക്കർ മുഅന്നസ് വിഷയത്തിൽ യോജിച്ചിട്ടാണ് വരിക. ഇതാണ് ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം, 3 മുതൽ 9 വരെയുള്ള അതതുകൾ അതെപ്പോഴും മഅദൂദിനോട് എതിരായിട്ടാണ് ഉണ്ടാവുക. മഅദൂദ് മുദക്കറാകുമ്പോൾ അതത് മുഅന്നസ്, മഅദൂദ് മുഅന്നസാകുമ്പോൾ അതത് മുദക്കർ, ഈ രൂപത്തിൽ. ഇനി 10 എന്ന അതത് അത് ഒറ്റക്ക് വരുമ്പോൾ എതിരായിട്ടും കൂടെ വരുമ്പോൾ മുറക്കബായിട്ട് വരുമ്പോൾ മഅദൂദിനോട് യോജിച്ചു കൊണ്ടാണ് ഉണ്ടാവുക. 4ാമത്തെ നിയമം, 20, 30 തുടങ്ങിയ അഖദുകളും അതുപോലെ തന്നെ 100, 1000 ഇവ ഒരു മാറ്റവും സംഭവിക്കില്ല. മഅദൂദ് മുദക്കറായാലും മുഅന്നസായാലും ഒക്കെ
ഇതിന് ഒരേ അവസ്ഥ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് 4 നിയമങ്ങൾ. പിന്നെ തമ്മീസ് അതിൻ്റെ മഅദൂദുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ. 3 മുതൽ 10 വരെയുള്ള മഅദൂദ് അത് ജം ആയിരിക്കും, ഇലാഫത്ത് കൊണ്ട് ജറായിരിക്കും. അതേപോലെ 11 മുതൽ 99 വരെയുള്ള മഅദൂദുകൾ മുഫ്രദായിരിക്കും, തമ്മീസിൻ്റെ മേൽ നസ്ബുമായിരിക്കും. അതേപോലെ 100ഉം 1000 എന്ന സംഖ്യകളുടെ തമ്മീസ് മുഫ്രദായിരിക്കും, ഇലാഫത്ത് കൊണ്ട് ജറുമായിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് തെമ്രീനാത്താണ് കേട്ടോ, ഒരു പരിശീലനക്കളരിയാണ്. നുക്കമ്മിൽ പൂർത്തിയാക്കാൻ ഹിന്ദി എൻ്റെ അടുക്കൽ ഒരു പേന ഉണ്ടെന്നാണ് പറയണ്ട കേട്ടോ. വാഹിദ് വാഹിദത്ത് ഇങ്ങനെ ചേർത്തുകൊണ്ട് അതിൻ്റെ അത് ചേർത്തുകൊണ്ട് എന്താണ് നമ്മൾ പറയണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദി കലമുൻ വാഹിദുൻ, എൻ്റെ അടുക്കൽ ഒരു പേനയുണ്ട്, ഹിന്ദി കലമുൻ വാഹിദുൻ എന്നതുപോലെ. ഇനി കത്തബുത്തു ഡാഷ്, അവിടെ എങ്ങനെ പറയേണ്ടത്? കത്തബുത്തു വാഹിദത്തൻ. പിന്നെ ജലസ്തു അല കുർസിയിൻ വാഹിദിൻ. അല ഉള്ളതുകൊണ്ട് ജറ് വേണ്ടേ? ജലസ്തു അല കുർസിയിൻ വാഹിദിൻ. കുർസി മുദക്കറാണ്. പിന്നെ നളർത്തു ഇല വാഹിദത്തിൻ. അപ്പോൾ വാഹിദ് വാഹിദത്ത് എന്ന സംഖ്യകൾ അത് മഅദൂദിനോട് എപ്പോഴും യോജിച്ചുകൊണ്ടാണ് ഉണ്ടാവുക. ഇനി അടുത്ത ഇസ്നാൻ ഇസ്നാത്താൻ 2 എന്ന അതത്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് എങ്ങനെയായിരുന്നു? എപ്പോഴും യോജിച്ചുകൊണ്ടാണ് ഉണ്ടാവുക അല്ലേ? പറഞ്ഞു നോക്കൂ. ഹിന്ദി അതെ, ഹിന്ദി കലമാനി ഇസ്നാനി. എൻ്റെ അടുക്ക് ശരിക്കടെ കലമാനി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എനിക്ക് അതത് പഠിക്കാൻ വേണ്ടി ശേഷം അതത് പറയുന്നേ ഉള്ളൂ. അവിടെ ഇസ്നാനി പറഞ്ഞിട്ടില്ലെങ്കിൽ 2 പേനുണ്ട് എന്ന് അർത്ഥം കിട്ടി. നമുക്ക് അതത് മുദക്കറാക്കലും മുന്നസുമായി ബന്ധപ്പെട്ട മസ്അല പഠിക്കാൻ വേണ്ടി നമ്മൾ ശേഷം അതത് പറയുന്നു, അതിന് മുദക്കറോ മുന്നസ് വേണ്ട വിധമാക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി കത്തബുത്തു ബാക്കി 2 മക്കാല എഴുതി. അതെ, മക്കാലത്തൈനി ഇസ്നത്തൈനി. കത്തബുത്തുവിൻ്റെ മഫ്ഊലായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് നെസ്ബ് ആണ് അല്ലേ? തസ്നി ആയതുകൊണ്ട് യാ കൊണ്ടാണ് നെസ്ബ് ഉണ്ടാവുക. അപ്പോൾ കത്തബുത്തു മക്കാലത്തൈനി ഇസ്നത്തൈനി. ഓക്കെ. പിന്നെ ജലസ്തു അല കുർസിയൈനി ഇസ്നൈനി. കുർസിയൈനി ഇസ്നൈനി 2 കസേരകളുടെ മേൽ ഇരുന്നു. ഇനി നളർത്തു ഇല ഷജറത്തൈനി ഇസ്നത്തൈനി അല്ലേ? അവിടെ ഷജറത്തൈനി എന്നതിൻ്റെ ഇറാബ് എന്താണോ അല്ലേ? ഷജറത്തൈനിയുടെ ഇറാബ് എന്താണ്? അതെ, മജ്റൂറാണ്, യാ കൊണ്ട് ഇറ. ഓക്കെ. ഇനി മിൻ സലാസത്തിൻ ഇല അഷറത്തിൻ 3 മുതൽ 10 വരെയുള്ള അതതുകൾ. 3 മുതൽ 10 വരെയുള്ളത് അവിടെ നമ്മൾ പറഞ്ഞിരുന്നു. 3 മുതൽ 9 വരെയുള്ള അതതുകൾ എപ്പോഴും മഅദൂദിനോട് എതിരായിട്ടാണ് വരിക. വെറും അഷറത്ത് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്, എതിരായിട്ടാണ് വരിക. അങ്ങനെയല്ല പഠിച്ചത്? അഷറത്ത് എന്നുള്ളത് ഒറ്റക്ക് വരുമ്പോൾ എതിരായിട്ട് തന്നെയല്ലേ വരിക. അപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. സലാസത്തു റിജാലിൻ, റജുൽ മുദക്കറാണല്ലോ, അപ്പോൾ സലാസത്ത് അതത് മുന്നസാക്കി. അപ്പോൾ വാക്കുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളൂ, അതുകൊണ്ടൊക്കെ അവർ പറയാത്തത്. റൂട്ട് കയറുണ്ടാവുള്ളൂ. അർബഅത്തു അബ്നാഇൻ ഖംസത്തു അഖ്ലാമിൻ സിത്തത്തു ജിബാലിൻ സബ്അത്തു അഖ്മിസത്തിൻ സമാനിയത്തു കുതുബിൻ
തിസ്അത്തു അസാത്തിദത്തിൻ അശറത്തു ബുയൂത്തിൻ. ഇവിടൊക്കെ നോക്കൂ, മഅദൂദ് ഇവിടൊക്കെ മുദക്കറാണ്. റിജാല് റജുലാണല്ലോ, മുദക്കറാണ്. അബ്നാ എന്ന് പറഞ്ഞാൽ ഇബിനിൻ്റെ ജമ്മാണ്, ഇബിന് മകൻ മുദക്കറാണ്. അഖ്ലാം കലം മുദക്കറാണ്. ജിബാല് ജബലിൻ്റെ ജമ്മാണ്, മുദക്കറാണ്. അഖ്മിസത്ത് എന്ന് പറഞ്ഞാൽ കമീസ് കുപ്പായം, കമീസ് മുദക്കറാണ്. പിന്നെ കുത്തുബ് എന്നുള്ള കിതാബിൻ്റെ ജമ്മാണ്, കിതാബ് മുദക്കറാണ്. അസാത്തിദത്ത് ഉസ്താദ് എന്നതിൻ്റെ ജമ്മാണ് അസാത്തിദത്ത്, മുദക്കറാണ്. പിന്നെ ബുയൂത്ത് ബൈത്തിൻ്റെ ജമ്മാണ് ബുയൂത്ത്. അപ്പോൾ ഈ 8 ഉദാഹരണങ്ങളുണ്ട്. 8 ഉദാഹരണങ്ങളിലും അതിൻ്റെ മഅദൂദ് മുദക്കറാണ്. മഅദൂദ് മുദക്കറായതുകൊണ്ട് എന്ത് ചെയ്തു, അദദിനെ മുഅന്നസാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം 3 മുതൽ 9 വരെയുള്ള അദദ് എന്തായാലും എതിരായിട്ടാണ് ഉണ്ടാവുക. പിന്നെ അശ്റത്ത് എന്നുള്ളത് ഒറ്റക്ക് വരുമ്പോൾ അതും എന്തിനാണ് എതിരായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ. പിന്നെ അതിൻ്റെ തമ്മീസുകൾ എങ്ങനെയായിരുന്നു? 3 മുതൽ 10 വരെയുള്ളതിൻ്റെ തമ്മീസും എങ്ങനെ തന്നെയാണ്, ജമ്മായിട്ടാണ് വരിക, മുദാഫ് ഇലൈഹി ആയിട്ടാണ് വരിക. ഇവിടെയൊക്കെ അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. റിജാല് ബുയൂത്ത് ഒക്കെ ജമ്മായിട്ടാണ് വന്നിട്ടുള്ളത്, മുദാഫ് ഇലൈഹി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇതേപോലെ മഅദൂദ് മുഅന്നസ് ആവുമ്പോൾ ഇവിടെ സലാസത്ത് എന്നുള്ള അത് സലാസ് എന്ന് വരുന്നത് കാണാം. നോക്കൂ, സലാസു ബനാത്തിൻ, ബിൻത്തിൻ്റെ ജമ്മാണ് ബനാത്ത്. അപ്പോൾ മഅദൂദ് മുഅന്നസ് ആയപ്പോൾ അദദ് മുദക്കറായി, സലാസു എന്നായി. അർബഉ ഹഖായിബ, അർബഉ ഹഖായിബ. അവിടെ ഹഖായിബ എന്ന് വായിക്കണ്ടേ, എന്തുകൊണ്ടായിരിക്കും? അതെ, ഓയിറ് മുൻസിരിഫ് ആയതുകൊണ്ട് അതിന് ജറ് ഫതഹത്ത് കൊണ്ടാണ് ജറ് ഉണ്ടാവുക. അപ്പോൾ ഇദാഫത്ത് കൊണ്ട് ജറായിരിക്കണം. 3 മുതൽ 10 വരെയുള്ള അദദുകളുടെ മഅദൂദ് മുദാഫ് ഇലൈഹിയാണ്, അതിൻ്റെ ഇറാബ് ജറാണ്. പക്ഷേ അത് ഓയിറ് മുൻസിരിഫ് ആകുമ്പോൾ ജറ് ഫതഹത്ത് കൊണ്ടാണ്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ സലാസു ബനാത്തിൻ അർബഉ ഹഖായിബ, ഹഖീബത്ത് മുഅന്നസാണ്, അതിൻ്റെ ജമ്മാണ് ഹഖായിബ്. ഖംസു ഫതയാത്തിൻ, ഫതാത്തിൻ്റെ ജമ്മാണ് ഫതയാത്ത്, യുവതികൾ. പിന്നെ സിത്തു കലാനിസ, കലാനിസ് എന്ന് പറഞ്ഞാൽ കലൻസൂവത്തിൻ്റെ ജമ്മ, കലൻസൂവത്ത് എന്ന് പറഞ്ഞാൽ തുപ്പി നടത്തട്ടോ, കലൻസൂവത്ത് തുപ്പി മുഅന്നസാണല്ലോ കലൻസൂവത്ത്, അതിൻ്റെ ജമ്മാണ് കലാനിസ്. അത് ഗൈറു മുൻസിരിഫാണ്, സിത്തു കലാനിസ എന്ന് പറയേണ്ടത്. ഈ കലാനിസ് എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കും ഗൈറു മുൻസിരിഫാവുള്ള കാരണം? ഖായിബ എന്നുള്ളതും കലാനിസ് എന്നൊക്കെ ഒരേ കാരണമാണ്. എന്തായിരിക്കും? ജമ്മു തക്സീർ എന്നൊന്നും പറയരുത്, ജമ്മു തക്സീർ അല്ല കാരണം, മറിച്ച് മുൻതഹൽ ജംഉ എന്നാണ്. ജമ്മു തക്സീർ അല്ല, മുൻതഹൽ ജംഉ എന്നാണ്. ജമ്മു തക്സീർ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ബനാത്ത് അല്ലെങ്കിൽ ജിബാല് അതൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ സബ്ഉ ഷജറാത്തിൻ, ഷജറത്തിൻ്റെ ജംഅ ഷജറാത്ത് മുഅന്നസാണല്ലോ. പിന്നെ സമാനു ത്വാലിബാത്തിൻ, ത്വാലിബത്തിൻ്റെ ജമ്മ് മുഅന്നസാണ്. തിസ്ഉ റൂബിയാത്തിൻ, അവിടെ റൂബിയത്ത് എൻ്റെ ജമ്മാണ് റൂബിയാത്ത്. അഷറു റസായില, റസായില നേരത്തെ പറഞ്ഞ കലാനിസ പോലെ മുൻതഹൽ ജമ്മാണ്, ഗൈറു മുൻസിരിഫാണ്, അതുകൊണ്ടാണ് അഷറു റസായില എന്ന് വെച്ചത്. റിസാലത്തിൻ്റെ ജമ്മാണ് റസായില. അപ്പോൾ ഇവിടെയൊക്കെ മഅദൂദ് മുഅന്നസാണ്, മഅദൂദ് മുഅന്നസായപ്പോൾ അദദ് മുദക്കറായിട്ട് വന്നു. ഇനി കുറഞ്ഞ ചോദ്യങ്ങൾ കേട്ടോ. മസല അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് പ്രാക്ടീസ് ആക്കാമെന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ദി ഡാഷ് അഖ്ലാം, ഇവിടെയാണ് യോജിച്ച അദദ് പറയാനാണ്. ഇന്ദി ബി എന്ന ഓപ്ഷനാണ് പറയുന്നത്. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? എല്ലാവർക്കും ഉത്തരം ചെയ്യാട്ടോ. എല്ലാവരും ബിക്കാരാണല്ലേ. ബി അല്ലാത്ത ഓപ്ഷൻ ആർക്കെങ്കിലും പറയാനുണ്ടോ? ബി അല്ലാത്ത ഓപ്ഷൻ. ഓക്കെ,
ഇവിടെ തല കയറിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ പറഞ്ഞിരുന്നു 1, 2 എന്ന അതതുകൾ എപ്പോഴും മഅദൂദിനോട് യോജിച്ചുകൊണ്ട് മാത്രമേ വരുള്ളൂ. 3 മുതൽ 9 വരെയുള്ള അതത് എപ്പോഴും മഅദൂദിനോട് എതിരായിട്ടേ വരുള്ളൂ. പിന്നെ അശറത്ത് അല്ലെങ്കിൽ അശർ ഈ അതത് ഒറ്റക്ക് വരുമ്പോൾ എതിരായിക്കൊണ്ടും മുറക്കബായിട്ട് വരുമ്പോൾ യോജിച്ചുകൊണ്ടാണ് വരിക. ഇവിടെ ഇപ്പോൾ അശറത്ത് ഒറ്റക്കാണല്ലേ, ഒറ്റക്കാകുമ്പോൾ എതിരായിട്ട് വരാം. അപ്പോൾ അക്കലാമ് കലമിൻ്റെ എമ്മല്ലേ, മുതക്കറല്ലേ, അപ്പോൾ അശറത്ത് മുന്നസാക്കണം. അപ്പോൾ അശറത്തും അക്കലാമിനെ പറയാം. അശർ എന്നുള്ള ബി ഒരിക്കലും ആൻസറാകാൻ പറ്റില്ല. ഈ അഹദ അഷറ എന്നുള്ളത് ആകാൻ പറ്റാത്തതിന് കാരണം എന്താ? അഹദ അഷറ അതെ, അഹദ അഷറ ആകുമ്പോൾ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തത് മുറക്കബായിട്ട് അല്ല, ഒരു പ്രശ്നം എന്താ ഉള്ളത്, ഇവിടെ ജമ്മാക്കാൻ പാടില്ല എന്നുള്ളൊരു പ്രശ്നം. അക്കലാം എന്നുള്ളത് അവിടെ കലമൻ എന്ന് മൻസൂബായിട്ടാണ് പറയേണ്ടത്. ജമ്മാക്കാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്, പിന്നെ നെസ്ബായിട്ടാണ് വേണ്ടത്, അങ്ങനെയുണ്ട്. മിഅത്ത് എന്നുള്ളത് എന്താ പറ്റാതെ കാരണം? മിഅത്ത് അപ്പോഴും ജമ്മാക്കാനും പാടില്ല. അതെ, നമുക്ക് പറഞ്ഞു നോക്കാം അല്ലേ. നമുക്ക് ഒരു 11 പേനാണ് നമ്മളെത്തുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ പറയണ്ട അവിടെ? ഹിന്ദി അഹദ അഷറ കലമൻ. അവിടെ അഹദ് എന്നുള്ളത് യോജിച്ച് വരണം. ഓക്കെ, അഷർ എന്നുള്ളത് മുറക്കബായത് കൊണ്ടും അതും യോജിച്ച് വരണം. അപ്പോൾ 2 മുതക്കറായിട്ടാണ് ഉണ്ടാവുക. പിന്നെ തമ്മീസ് എന്താവണം? ഒറ്റ മുഫ്രദായ പദമാവണം, അത് മൻസൂബാവും വേണം. ഓക്കെ, ഞാൻ എൻ്റെ അടുക്കൽ 100 പേനുണ്ട് എങ്ങനെ പറയണം? എൻ്റെ അടുക്കൽ 100 പേനയുണ്ട്, മിഅത്ത് പേനുണ്ട്, എന്താ പറയുക? കലമിൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇദാഫത്ത് കൊണ്ട് ജറായിട്ടാണ് ഉണ്ടാവാം. ഇന്ദി മിഅത്തു കലമിൻ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആൻസർ അഷറത്ത് എന്നാണ് കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യം. ഹമലത്ത് ഫാത്തിമത്തു ഡാഷ് ഹഖായിബ. ഫാത്തിമ ചുമന്നു എന്നർത്ഥം ഹമലത്ത്. എത്രയോ ബാഗുകൾ. ഹഖായിബന ബാഗ് എന്നാണല്ലോ, ബാഗുകളാണല്ലോ. അപ്പോൾ കുറേ ബാഗ് ചുമന്നു. എത്രയോ ബാഗ് ചുമന്നിട്ടുണ്ട്. എത്ര ആയിരിക്കും? രണ്ടാളെ ആൻസർ ചെയ്തത് ബി ആണ്. ഓക്കെ, അപ്പോൾ 10 ബാഗ് എന്ന് പറയുമ്പോൾ 10 ഒറ്റക്കാണ് വരുന്നത് അല്ലേ. ഒറ്റക്ക് വരുമ്പോൾ എതിരായിട്ടാണ് വരിക. ഇവിടെ ഹഖായിബ് എന്നുള്ള ഹഖീബത്ത് എന്ന മുഅന്നസിൻ്റെ ജമ്മാണ്. ആ മുഅന്നസ് ആയതുകൊണ്ട് തന്നെ അഷർ എന്നാണ് പറയേണ്ടത്, അതത് മുതക്കറാക്കിയിട്ട്. ഇനി അവിടെ 11 ബാഗ് ഉണ്ടെങ്കിൽ, 11 ബാഗ് ചുമന്നിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് പറയേണ്ടത്? നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് പറഞ്ഞു നോക്ക്, ഒരു പ്രാക്ടീസ്. ഹമലത്ത് ഫാത്തിമത്തു ഹഖീബത്തൻ. ഓക്കെ, ഒന്ന് ഇഹിദ എന്നുള്ളത് എപ്പോഴും യോജിച്ച് വരണം, മുഅന്നസായിട്ട് വരണം. പിന്നെ അഷറത്ത് എന്നുള്ളത് മുറക്കബായി വന്നതുകൊണ്ട് അതും എന്ത് ചെയ്യണം? യോജിക്കണം. അപ്പോൾ ഇവിടെ മുഅന്നസായതുകൊണ്ട് മുഅന്നസാക്കണം എന്നർത്ഥം. അപ്പോൾ ഇഹിദ അഷറത്ത രണ്ടിനെയും മുഅന്നസാക്കണം. പിന്നെ 11 മുതൽ 99 വരെയുള്ള മഅദൂദ് മുഫ്രദായിരിക്കണം, മൻസൂബും ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹഖീബത്തൻ, ഇഹിദ അഷറത്ത ഹഖീബത്തൻ. ഓക്കെ, ഇനി ഫാത്തിമ 100 ബാഗ് ചുമന്നു. അതെങ്ങനെ പറയണം? 100 ബാഗ് ചുമന്നു. ഓക്കെ, ഹമലത്ത് ഫാത്തിമത്തു മിഅത്ത ഹഖീബത്തിൻ. 100 ബാഗ് ചുമന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇന്ദി ഡാഷ് കലാനിസ. കലാനിസ നേരത്തെ പറഞ്ഞു, കരൻസുവറിൻ്റെ ജമ്മാണ് കലാനിസ്. തൊപ്പി എന്നർത്ഥം അല്ലേ. അപ്പോൾ എൻ്റെ അടുക്കൽ എത്രയോ തൊപ്പികളുണ്ട്. എത്ര തൊപ്പികളാണുള്ളത്? ഏഴ്, 8, 19, 100.
വാശിയേറിയ മത്സരമാണ്. ആരാണ് ഉത്തരം പറയാം? എ എന്ന ഓപ്ഷനും ബി എന്ന ഓപ്ഷനും വന്നിട്ടുണ്ട്. ഏതായാലും സിയും അതിന്റെ മുഫ്രദ് എന്തായിരുന്നു? കലൻസുവത്ത്, കലൻസുവത്ത് കലൻസുവത്ത് മുഅന്നസാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും എയും ബിയും മാത്രമാണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്. സിയും ഡിയും ആരും സെലക്ട് ചെയ്തിട്ടില്ല. സന്തോഷമുള്ള കാര്യമാണ്. കാരണം സി 19 19, അതുപോലെ തന്നെ 1000, ഇതിൻ്റെയൊക്കെ ആദ്യത്തെ എപ്പോഴും മുഫ്രദായിരിക്കും. തിസ്അത്തഅശറിൻ്റെ മഅദൂദ് മൻസൂബായിട്ടാണ് ഉണ്ടാവുക, അൽഫിൻ്റെത് മജ്റൂറായിട്ടാണ് ഉണ്ടാവുക. ഏതൊരു മുഫ്രദാവണം. ഇവിടെ കലാനിസ് ജമ്മ ആയതുകൊണ്ട് സബഅത്ത് സമാനി 2 ഓപ്ഷനൊക്കെ സാധ്യതയുള്ളൂ. ഇനി നോക്കേണ്ടത് മുദക്കർ മുഅന്നസ് നോക്കേണ്ടത് 3 മുതൽ 9 വരെയുള്ള ആദ്യത എപ്പോഴും എതിരായിട്ടാണ് വരാമെന്ന് പറഞ്ഞു. കലൻസുവത്ത് മുഅന്നസാണ്, അതുകൊണ്ട് ആദ്യത മുദക്കറായിട്ട് സമാനു എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ശരി. ഇന്ദി സമാനു കലാനിസ. ഇനി അടുത്ത ചോദ്യം തിന്നു എന്നാണ് അല്ലേ? അപ്പോൾ അക്കൽത്തു സലാസ സമക്കാണോ, തുഫാഹത്താണോ, തുമൂറാണോ, അബുക്കാറാണോ? അക്കൽത്തു ഞാൻ തിന്നു, സലാസ തുഫാഹത്തിൻ. ഓക്കെ, കാരണം സലാസി എന്ന അതത് എപ്പോഴും മഅദൂദിനോട് എതിരായിട്ട് വരുന്ന അതതാണ് 3 മുതൽ 9 വരെയുള്ള അതതുകൾ. അപ്പോൾ സലാസ കണ്ടഞ്ഞ് മനസ്സിലാക്കണം. ശേഷമുള്ള മഅദൂദ് അത് മുഅന്നസായിട്ടേ ഉണ്ടാവുള്ളൂ. ജം ആവണം, മുഅന്നസ് ആവണം. സമക്കുവിന് മുഫ്രദായതുകൊണ്ട് ഒരിക്കലും അത് ആൻസറാകാൻ പറ്റൂല. ജമ്മായിട്ടേ സലാസിൻ്റെ തമ്മീസ് വരാൻ പാടുള്ളൂ. അപ്പം 3 ഓപ്ഷനാണ് ഉള്ളത്: തുഫാഹത്ത്, തുമൂറ്, അബുക്കാർ. ആ 3 ഓപ്ഷനിൽ മുഅന്നസായ പദം മാത്രമേ ഇതിൻ്റെ തമ്മീസായിട്ട് വരാൻ പറ്റുള്ളൂ. കാരണം സലാസ് എന്ന പദം മുദക്കർ ആയതുകൊണ്ട് മുഅന്നസ് മാത്രമേ പറ്റുള്ളൂ. അത് ഇതിൽ തുഫാഹത്താണ്. തുഫാഹത്തിൻ്റെ ജമ്മാണ് തുഫാഹത്ത്. പിന്നെ തമ്രിൻ്റെ ജമ്മ തുമൂറ്, ബക്കറിൻ്റെ ജമ്മ അബുക്കാർ. അതൊക്കെ മുദക്കറുകളാണ്. അപ്പോൾ തുഫാഹത്ത് മാത്രമാണ് ഇവിടെ ആൻസറായിട്ട് വരാൻ പറ്റുക. ഇനി അടുത്ത ചോദ്യം, തുബിഅ പ്രസിദ്ധീകരിക്കപ്പെട്ടു ഡാഷ് കുത്തുബിൻ. ഇത്ര കിതാബുകൾ പ്രിൻ്റ് ചെയ്യപ്പെട്ടു. എത്ര കിതാബുകളാണ്? 11, 4, 100, 7000. ബി എന്ന ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കുത്തുബ് എന്നുള്ളത് ജം ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? കിതാബിൻ്റെ ജമ്മാണ് കുത്തുബ്. അഹദ അഷറയുടെ തമ്മീസ് എപ്പോഴും മുഫ്രദായിട്ടാണ് വരിക, മൻസൂബായിട്ടാണ് വരിക. മിഅത്തിൻ്റെ തമ്മീസ് മുഫ്രദ് മജ്റൂറായിട്ടാണ് വരിക. സബഅത്തു ആലാഫ് അത് അൽഫി പെട്ടാണല്ലോ, അൽഫ്. അതുകൊണ്ട് അതും ഒക്കെ മുഫ്രദ് മജ്റൂറായിട്ടാണ് വരിക. ജമ്മായിട്ട് ആകെ വരുന്നത് അർബഅത്തിന് മാത്രമാണ് അല്ലേ? ഓക്കെ, അപ്പോൾ തുബിഅ അർബഅത്തു കുത്തുബിൻ. ഇനി അടുത്ത ചോദ്യം, ഫിസ്സമായി ഷംസുൻ വാഹിദുൻ എന്നാണോ വാഹിദത്തുൻ എന്നാണോ? ഫിസ്സമായി ഇനി അഹദ് എന്നാണോ? ഇനി ഒക്കെ പറയാൻ പറ്റുമോ? ബി എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു 1, 2 എന്ന അതതുകൾ എപ്പോഴും 2 ഓപ്ഷനൊക്കെ പറയണ്ടല്ലോ, പറ്റില്ല കേട്ടോ, ഒരു ഓപ്ഷനേ പറ്റുള്ളൂ. അപ്പോൾ 1, 2 എന്ന അതത് എപ്പോഴും മഅദൂദിനോട് യോജിച്ചുകൊണ്ടാണ് വരിക. ഷംസ് എന്ന പദം മുഅന്നസാണല്ലോ, അപ്പോൾ വാഹിദത്തുൻ എന്നാണ് പറയാം. ഫിസ്സമായി ഷംസുൻ വാഹിദത്തുൻ. ഓക്കെ, ഈ അവസാനത്തെ ചോദ്യമാണ്. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ ചോദിക്കാം. അതുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ തന്നെ
നമുക്ക് തലേ കയറുള്ളൂ. യാ ബത്തി ഇന്നി റഅയ്തു അഹദ അശറ കൗക്കബൻ എന്നാണ് അല്ലേ. വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. ഓക്കെ. അഹദ അശറ കൗക്കബൻ. ഹാദിയത്ത അശറ കൗക്കബിൻ, അവിടെ എന്താ തെറ്റുള്ളത്? എന്തെങ്കിലും ഒരു തെറ്റ് പറയാൻ പറ്റുമോ? ഹാദിയത്ത അശറ അവിടെ കൗക്കബ് മുഅന്നസാക്കണ്ടല്ലോ. കൗക്കബാവുമ്പോൾ അതെ മുഅന്നസ് ആക്കേണ്ട ആവശ്യമില്ല. ഹാദിയത്ത് എന്ന് മുഅന്നസ് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇഹിദാ അശറത്ത കൗക്കബ് എന്ന് പറയുമ്പോഴോ മുഅന്നസാണ്. വേറെയും പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ മതി എന്നുള്ള നിൽക്കണം. ഞാൻ കൗക്കബ് എന്നുള്ളത് മൻസൂബാവണം അല്ലേ. ഓക്കെ, അങ്ങനെ വേറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അഹദ അശറ കവാക്കിബ് എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം? അവിടെ മുന്നസായിട്ടില്ലല്ലോ. അതെ, ജമ്മാക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കുറേ തെറ്റുകളൊക്കെ അവിടെ ഉണ്ട്. തെറ്റില്ലാത്തപ്പോൾ അഹദ അശറ കൗക്കബൻ എന്നിട്ട് മാത്രമാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്. 10-15ഓളം പേജിൽ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഇനി വരാൻ പോകുന്നുണ്ട്. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ബാക്കി ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ PDF ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരാവർത്തി ഒക്കെ വായിച്ച് സെറ്റായിട്ട്, നിങ്ങളെല്ലാവരും സെറ്റാക്കിയ ആൾക്കാർ തന്നെ ആയിരിക്കും. നല്ലൊരു ആവർത്തി കൂടി പഠിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒന്ന് സെറ്റാക്കിയിട്ടൊന്ന് വരാം, നാളെ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ. വേറെ എന്തെങ്കിലും സംശയങ്ങൾ, നിവാരണങ്ങൾ ഉണ്ടോ? ഓക്കെ, ആർക്കും സംശയങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശുക്രൻ ഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.